നമസ്കാരം, ഞാൻ രശ്മി. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒരു സബ്സ്ക്രൈബർ ഉണ്ട്, എനിക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് അയച്ചുകൊണ്ടിരുന്ന ഒരു ചേച്ചിയാണ്. പേര് അനു മാധവൻ. ആ ചേച്ചിയുടെ 2 കണ്ണും സർജറി കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആ ചേച്ചി പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു സ്പെഷ്യൽ റെസിപ്പി ഒന്നുമല്ല, കഞ്ഞിയാണ്. വെറും കഞ്ഞിയല്ല, ഒരു പ്രോട്ടീൻ റിച്ച് കഞ്ഞി. ഇത് ട്രിവാൻഡ്രം സ്പെഷ്യൽ കഞ്ഞിയാണ് കേട്ടോ. ഞാൻ ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷമാണ് ഈ കഞ്ഞി ആദ്യമായിട്ട് കുടിക്കുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ സ്ഥിരമായിട്ട് നിങ്ങൾ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഈ കഞ്ഞി തന്നെയാണ് ഉണ്ടാക്കുക. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഇതിനൊരു ചമ്മന്തിയോ ഒരു പപ്പടമോ മാത്രം മതി കൂട്ടി കഴിക്കാനായിട്ട്. ഇനി ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. ഞാൻ ഈ കഞ്ഞിയുടെ റെസിപ്പി വീഡിയോ എടുത്തിടാൻ ഞാൻ മടിച്ചിരിക്കുകയായിരുന്നു. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ലല്ലോ. എന്തായാലും കുഴപ്പമില്ല, കുറച്ച് പേരെങ്കിലും ഉണ്ടാവും കഞ്ഞിയൊക്കെ ഇഷ്ടപ്പെടുന്നവർ. അപ്പോൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ് ട്രിവാൻഡ്രം സ്പെഷ്യൽ കഞ്ഞി എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം. അപ്പോൾ കഞ്ഞിയുടെ കൂടെ കൂട്ടാനുള്ള 2 തരത്തിലുള്ള ചമ്മന്തിയുടെ വീഡിയോ കൂടെ ഇതിൻ്റെ അവസാനമായിട്ട് ഇടുന്നുണ്ട്, അതുകൂടെ ഒന്ന് കാണണം. ആദ്യം നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് കഞ്ഞി ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് മട്ട അരിയാണ് എടുക്കുന്നത്. കുത്തരി ഇല്ലാന്നുണ്ടെങ്കിൽ ജയ അരി എടുത്താലും മതി. ചില അരി ഉണ്ട് നമ്മൾ കഞ്ഞി വെച്ച് കഴിഞ്ഞ സമയത്ത് ചോറും വെള്ളവും വേറെ വേറെ കിടക്കുന്നത്. അങ്ങനത്തെ അരി കൊണ്ട് കഞ്ഞി വെച്ചാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. 1 കപ്പ് അരിക്ക് ഒരു 1/2 കപ്പ് ചെറുപയർ, 1/2 ടീസ്പൂൺ ഉലുവ. ഇത് 3ഉം കൂടെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. അപ്പം അരിയും പയറും ഉലുവയും കൂടെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ 3 പേർക്ക് കഴിക്കാനുള്ള കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാനൊരു 5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 ഉണക്കമുളകാണ്. ഉണക്കമുളക് നമുക്കിത് 2ആയിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇത് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം കഞ്ഞിയാണ്. ഇത് കോഴിക്കോടൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാനൊന്നും ഇവിടെ വന്നതിന് ശേഷമാണ് ഇതൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇത് കഴിക്കാൻ തുടങ്ങിയ ശേഷം ഇത് തന്നെയാണ് എപ്പോഴും കഞ്ഞി വെക്കുമ്പോൾ വെക്കുക. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഒരു 4 ചുവന്നുള്ളി, ഒരു അത്യാവശ്യം വലുപ്പമുള്ള ചുവന്നുള്ളിയാണ്. ഒരുപാട് ചെറുതാക്കുന്നൊന്നുമില്ല. ഒരു 2ഓ 3ഓ കഷ്ണമായിട്ട് അങ്ങ് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു ഉള്ളി കുക്കറിലല്ലേ വേവിക്കുന്നത്, പെട്ടെന്ന് അങ്ങ് വെന്തോളും. ഞാൻ എപ്പോഴും കുക്കറിൽ വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഉള്ളിയൊക്കെ ഇടുകയാണെങ്കിൽ ഒരുപാട് അങ്ങ് ചെറുതാക്കി ഇടാറില്ല. കാരണം അതങ്ങ് ഒരുപാട് അങ്ങ് വെന്ത് പോയാൽ ഒരു മധുരം വരും. പിന്നെ ചെറിയ ഉള്ളിയുടെ അളവാണെങ്കിൽ ഒരു അധികമായി പോകാൻ പാടില്ല, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പം കഞ്ഞിയുടെ ടേസ്റ്റ് മാറിപ്പോവും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പിടിയൊക്കെ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, ഇതില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. തേങ്ങ ഇടാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇടണമെന്നില്ല. ഞാൻ ഒരു പിടി ഇട്ടിട്ടുണ്ട്. കൂടുതലിട്ടാലും ടേസ്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ ഒരു പിടി ഇടുന്നത്. നമുക്കിത് കുറച്ച് വെച്ചിട്ട് ഒറ്റ വിസിലിന് ഓഫാക്കി എടുക്കാം. ഒരു വിസിലിന് വേവുകയല്ല, ഒരു വിസിലിന് തുറന്നതിന് ശേഷം നമ്മൾ വേവ് നോക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചിലപ്പം ഒരു വിസിലായിട്ടുണ്ട്, ഒന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ വെന്തിട്ടില്ല. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ വെച്ച് കൊടുക്കണം. ഒറ്റ വിസിലിന് എന്തായാലും വേവില്ല. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ വെച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ വെള്ളം ഇത് പോരാ. അപ്പോൾ നമുക്ക് ഒരു 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പിന്നെ ഒഴിക്കാം. അവസാനവും പിന്നെ ഒഴിക്കാം. എന്ന് വെച്ചാൽ ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിച്ച് നോക്കുമ്പോൾ പുറത്തോട്ട് തിളച്ച് ചാടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ചത്. 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ അടച്ച് വെച്ച് ഒരു വിസിലും കൂടെ വരട്ടെ. ഇപ്പം 2ാമത്തെ വിസിലും കംപ്ലീറ്റ് പോയിട്ടുണ്ട്. തുറന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് വെള്ളം ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച വെള്ളം വേണം ഒഴിക്കാനായിട്ട്, പച്ചവെള്ളമൊന്നും ഒഴിക്കരുത്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ കഞ്ഞിയാണ്. കഞ്ഞി ഇപ്പം ചോറും വെള്ളവും വേറെ വേറെ കിടക്കാൻ പാടില്ല കഞ്ഞിക്ക്. അപ്പോൾ നന്നായിട്ട് അങ്ങ് ബ്ലെൻഡായിട്ട് കിടക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തുറന്ന് വെച്ച് ഒരു 2ഓ 3ഓ മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല ഒരു കഞ്ഞിയായിട്ട് കിട്ടും. നമുക്ക് വെള്ളം നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ എത്ര വെള്ളം വേണമെന്നുള്ളത്. അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ 3 പേർക്ക് കഴിക്കാവുന്ന അളവാണുള്ളത് കേട്ടോ. ഈ ഒരു അളവിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പേർക്ക് നല്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ കഞ്ഞി ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ജയപ്രകാശ് എന്ന് പേരുള്ള ഒരു സബ്സ്ക്രൈബർ, പ്രവാസി മലയാളിയാണ് അദ്ദേഹം. ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട് എൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ എടുത്ത് ഫേസ്ബുക്ക് പേജിൽ, ഞങ്ങൾ ചിക്കൂസ് ടൈം പേജ് ഉണ്ട്, അതിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെറുപയർ ഉണ്ടാക്കിയത്. കാരണം അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പീസ് വേണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രവാസി മലയാളികൾക്കൊക്കെ ഈ കഞ്ഞി എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. നല്ല ടേസ്റ്റുള്ള കഞ്ഞി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ വളരെയധികം നല്ലതല്ലേ. അങ്ങനെ ഞാൻ കഞ്ഞി ഉണ്ടാക്കിയ സമയത്ത് ഞാനിങ്ങനെ ഓർത്തു. അപ്പം വിചാരിച്ചു അതൊന്ന് റെക്കോർഡ് ചെയ്തേക്കാമെന്ന്.
ഞങ്ങൾ ഇടയ്ക്കൊക്കെ കഞ്ഞി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ രാത്രി മാത്രമൊന്നുമല്ല, ഉച്ചയ്ക്ക് ഞങ്ങൾ കഞ്ഞി ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയതായത്. ഇപ്പോൾ ഈ ഒരു കഞ്ഞി ഉണ്ടെന്നുണ്ടെങ്കിൽ ചമ്മന്തിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ചമ്മന്തി ഒരു പപ്പടം ആയാലും മതി. പിന്നെ ഈ ഒരു എരിവൊക്കെ കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ മുളക് കൂടെ ഞരടി പിടിപ്പിച്ച് ഒരു പിടിയങ്ങ് പിടിച്ചാൽ അടിപൊളിയായിരിക്കും. ഇപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞില്ലേ, ഇതിനിങ്ങനെ ഒരുപാട് സമയം നമ്മൾ അടുക്കളയിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കഞ്ഞിയാണെന്നുണ്ടെങ്കിൽ. ഇതിൻ്റെ അളവൊക്കെ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് ചെറുപയറിൻ്റെ അളവ് കൂടാതെയും ഉള്ളിയുടെ അളവ് കൂടാതെ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പിന്നെ മുളകിൻ്റെ അളവും കൂടിക്കഴിഞ്ഞാൽ എരിവായാൽ നമുക്ക് കഞ്ഞി കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. എളുപ്പത്തിലുള്ള ഒരു ട്രിവാൻഡ്രം സ്പെഷ്യൽ കഞ്ഞിയാണ്. അപ്പം ട്രിവാൻഡ്രത്തുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. കഞ്ഞി ഞാനൊന്ന് സെർവ് ചെയ്യാം. ഇനി നമുക്ക് കഞ്ഞിക്ക് കൂട്ടാനുള്ള തേങ്ങാ ചമ്മന്തി അരയ്ക്കാം. മുളകൊന്നും ചൂടാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു 3-4 ഉണക്കമുളക് ഇട്ടിട്ട് ഒന്ന് കളറ് മാറുന്ന വരെ ഒന്ന് ചൂടാക്കി എടുക്കാം. കളറ് മാറിയിട്ട് ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. 2 ചുവന്നുള്ളി, ഒരു 3 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില ഒരു 3-4 ഇല ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം പുളിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്, കുറച്ചൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1/4 ടീസ്പൂണൊക്കെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കിത് അടച്ചു വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. വെള്ളം ഒട്ടും ഒഴിക്കരുത്. ചെറുതായിട്ട് ഇങ്ങനെ അടിച്ചടിച്ചടിച്ചെടുത്താൽ മതി. എത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ. ഇപ്പം ഇതിൻ്റെ പുളിയും ഉപ്പും ഒക്കെ ഒന്ന് നോക്കിയിട്ട് പുളിയും ഉപ്പും എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കണം. ഒരുപാടൊന്നും അടിഞ്ഞു പോകരുത്. ചെറുതായിട്ടിങ്ങനെ പീര പോലെ കിടക്കണം. അപ്പോഴാണ് നമുക്കത് കഞ്ഞിയുടെ കൂടെ കഴിക്കാനായിട്ട് ടേസ്റ്റ്. അപ്പോൾ ഇതാണ് കഞ്ഞിക്ക് കൂട്ടാനുള്ള തേങ്ങാ ചമ്മന്തി. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വെളുത്തുള്ളിക്ക് പകരം ഇഞ്ചി ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെയും ചേർക്കാം. ചെറിയ ടേസ്റ്റ് വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് വേറെ ഒരു തരത്തിൽ തേങ്ങ ഇല്ലാണ്ട് ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചുവന്നുള്ളി, ചെറിയ ഉള്ളി 1 പിടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ചെറിയ ഉള്ളി അങ്ങനെ തന്നെയാണ് ഇടുന്നത്. 4 അല്ലി വെളുത്തുള്ളി. ചെറിയ ഉള്ളിക്ക് വലിപ്പം കൂടുതലുള്ളതാണെന്നുണ്ടെങ്കിൽ 2 ആയിട്ടൊക്കെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്താൽ മതി. നമുക്കതൊന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഒരു 5-6 ഉണക്കമുളക്. അത് പിരിയ മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അത് ഉണക്കമുളകിൻ്റെ കളറ് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്കൊരു ചെറിയ കഷ്ണം വാളംപുളി കൂടെ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം പുളി മതി കേട്ടോ, ഒരുപാട് വേണ്ട. വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം അരയ്ക്കുമ്പോൾ. ഇപ്പം മുളകിൻ്റെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിത് ഓഫാക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് കോരിയിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് അധികമായി പോകരുത്, കാരണം നമ്മളിതിൽ തേങ്ങയൊന്നും ഇടുന്നില്ലല്ലോ. വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഞാൻ പക്ഷെ ഒഴിച്ചിട്ടൊന്നുമില്ല, അല്ലാതെ തന്നെ അരച്ചതാണ്. ഒരു പ്രാവശ്യം അടിച്ച് അത് കഴിഞ്ഞിട്ടൊന്ന് തട്ടിയിട്ട് കൊടുത്ത് പിന്നെ അടിച്ച് അങ്ങനെ അരച്ചെടുത്തതാണ്. വെള്ളം ഒട്ടും ഒഴിക്കരുത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. പുളിയുടെ കാര്യം ശ്രദ്ധിക്കണം, ഉപ്പിൻ്റെ കാര്യം ശ്രദ്ധിക്കണം, അധികമായി പോകരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ തേങ്ങ ചേർക്കാത്ത ചമ്മന്തി. ഇത് കഞ്ഞിയുടെ കൂടെ നല്ല ടേസ്റ്റാണ്, ദോശയുടെ കൂടെയൊക്കെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഞ്ഞിയുടെ കൂടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.